ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹുളിമീതു ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ലിങ്ക് ഈ സ്ക്രീനിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നടക്കുകയാണ് മുന്നോട്ട്. ഉച്ചവെയിലായതുകൊണ്ട് ഭയങ്കര ക്ഷീണം തുടങ്ങി എല്ലാവർക്കും. ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. മുലിമതി ടൂറിസം സോൺ, മീഥു അഡു സിറ്റി, എ സിംബൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് മാൽദീവ്സ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെയും മാലദ്വീപിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ സൂചകമായിട്ടുള്ള നിർമ്മിതിയാണെന്നാണ് തോന്നുന്നത്. നല്ല പച്ചപ്പുള്ള പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. മീതു മൾട്ടിപർപ്പസ് കമ്മ്യൂണിറ്റി പാർക്കാണിത്. പക്ഷേ എല്ലാം ആളൊഴിഞ്ഞ് കിടക്കുവാണ്. ഒരു തിരക്കുമില്ല, ആരും തന്നെ ഇല്ല. ഉച്ചയായതുകൊണ്ടായിരിക്കാം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. മീതു ടൂറിസം സോണിൻ്റെ ഏരിയയാണ്. പക്ഷേ ഇവിടെ മുൻപൊക്കെ കയാക്കിങ്ങിൻ്റെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, എന്താണെന്നറിയില്ല കേട്ടോ. വെയിൽ കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. കുറച്ച് നേരം തണലത്തിരുന്നിട്ട് മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും. ഇവിടേക്ക് വരുന്നവർ കയ്യിൽ 2 ബോട്ടിൽ വെള്ളം കരുതിയാൽ നന്നായിരിക്കും കേട്ടോ. ക്ഷീണിച്ചിരിക്കുകയാണ് എല്ലാവരും. നടന്ന് ക്ഷീണിച്ചിരിക്കുന്ന 2 വ്യക്തികൾ. ഇതാണ് ഇവിടുത്തെ പബ്ലിക് സ്വിമ്മിംഗ് പൂൾ. നല്ല ആംബിയൻസ് ഉള്ളൊരു ബീച്ചാണ്. കണ്ണട കൊണ്ടുവരുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. സൺസെറ്റ് വ്യൂ റെസ്റ്റോറൻറ്റ്. ഏകദേശം 2 മണിയായി. ഞങ്ങൾ വിശന്ന് വലിഞ്ഞ് നടന്നപ്പോൾ കണ്ട റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത വീടിൻ്റെ മുതലാളിയുടെയാണ് ഈ റെസ്റ്റോറൻറ്റും. കുറച്ച് പ്രൈവസിക്ക് വേണ്ടി ഞങ്ങൾ തൊട്ടപ്പുറത്ത് മാറി ഒരു പ്രൈവറ്റ് ക്യാബിനിലിരുന്നു. മാലദ്വീപ്സിലെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിലും റൈസ് ഡിഷുകളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ബുൽസ ഉറപ്പായിട്ടുണ്ടാവും. ശേഷം ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. പിന്നീട് വൈകുന്നേരമായപ്പോൾ വീണ്ടും നടക്കാൻ ഇറങ്ങി. ചീമച്ചക്ക ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയും. ഇതെല്ലാം ജനവാസ മേഖലയാണ്. ഒത്തിരി വീടുകളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഈ ചീമച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട് ഒട്ടുമിക്ക വീടുകളും കാണാം കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡിലും ഈ ചീമച്ചക്കയുടെ മരങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് കണ്ടേ നമ്മുടെ നാടിൻ്റെ ഒരു ഇതില്ലേ ഉണ്ടോ? വാഴത്തോട്ടങ്ങൾ, ചേമ്പും തോട്ടങ്ങൾ അല്ലേ? ചേമ്പ്, വാഴ. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയതാണ്, പക്ഷേ സ്ഥലം തെറ്റിപ്പോയി കേട്ടോ. വീണ്ടും ഞങ്ങൾ നടന്ന വഴികളിലൂടെയൊക്കെ തിരിച്ച് നടന്നു. അങ്ങനെ ഒരു വീടിൻ്റെ പുറത്ത് ഞങ്ങളൊരു അമ്മയെ കണ്ടു. അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ വഴിയാണിത്. ഇതേമാതിരി ചേമ്പ് കൃഷി തോട്ടമാണല്ലോ.
അവർ പറഞ്ഞ വഴി ഇതാ. നമ്മൾ നാട്ടിലെത്തിയോ എന്നൊരു സംശയം. കേരളത്തിലെത്തിയോ എന്നൊരു സംശയം. കറക്റ്റ് നാടിൻ്റെ ഒരു ശൈലി. വഴിയൊക്കെ നല്ലപോലെ വെട്ടിത്തെളിച്ചിട്ടുണ്ടേ അല്ലേ, വൃത്തിയാക്കിയിട്ടുണ്ട് വഴിയൊക്കെ. ചുട്ടു തന്നെ ചെടിയിൽ വേര് കണ്ടോ? ഇതൊരു മരമാണ്ടോ? ഹായ്, നല്ല സുന്ദരമായ സ്ഥലം. ആ, നമ്മളിത് എത്തി. വാവ്, Eco Garden. this is Eco Garden. വവ്വാല. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇത് എക്കോ ഗാർഡൻ എന്ന് പറയും. സൂക്ഷിച്ചു പോണേ, നീ മൊബൈൽ ഓഫ് ചെയ്യ്. ഇതൊക്കെ പോയിരിക്കുന്നത്. വളരെ പുൽമേടുകൾ നിറഞ്ഞ നല്ല ഭംഗിയുള്ള വലിയൊരു ഓപ്പൺ ഏരിയയാണ്. നല്ല നിശബ്ദതയും നല്ല പച്ചപ്പുമുള്ള അതിവിശാലമായ ഒരു സ്ഥലമാണിത്. ഹുളുമീദു ഐലൻഡിലെ ഏറ്റവും വിസ്തീർണമുള്ള ഒരു എക്കോ ഗാർഡൻ കൂടിയാണിത്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഒരു അബദ്ധം പറ്റി. ഇവിടെ ഇപ്പോൾ അടച്ചിട്ടേക്കുമായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലം ഇനി തുറക്കത്തുള്ളൂ എന്നാണ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. Boss, this is closed, huh? Closed? Yeah. Oh. Yes, closed. Not open, huh? Eco Garden is There is no other way, no? Now working. Okay. After 3 days. After 3 days. Maybe not sure. Okay, thank you. sunflower garden. അങ്ങനെ എക്കോ ഗാർഡൻ എന്താണ്? ഊട്ടി 3 ദിവസം കഴിഞ്ഞേ തുറക്കത്തുള്ളൂ. ഇന്നേ സ്ഥലത്തെ പോകണ്ടേ? ഓ, ഇത് അവിടുത്തെ പണിയടക്കുന്ന തടിയ, അതുകൊണ്ടാണ് നമ്മളവിടെ കയറ്റി വിടാത്തത് അല്ലേ? പാലം ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. എനിക്ക് രണ്ടാമതൊരു പണിയുന്നതാണ്. ഇവിടുത്തെ ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ ഇറങ്ങിയാലും വലിയ തിരക്കൊന്നുമില്ല. കാറുകളിൽ എണ്ണം വളരെ കുറവാണ്. ബസ്സും വളരെ കുറവാണ്. ഇവിടെ വളരെ കുറഞ്ഞ കിലോമീറ്ററുള്ള വിസ്തീർണമുള്ള ഒരു ഐലൻഡ് കൂടിയാണല്ലോ. അതുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. ചുട്ടു നമ്മുടെ നോക്കുമ്പോൾ ഇതൊരു കടയാണ്, ബസ് ഹട്ടി. ഇതിനകത്ത് ഫുഡൊക്കെ ഉണ്ട്. അടച്ചിട്ടേക്കുവാണ്, രാത്രി മാത്രമേ തുറക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. Drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു. അങ്ങ് ദൂരെ വീണ്ടും നല്ലൊരു ബീച്ച് കാണുന്നുണ്ട്. വലത് സൈഡിലായിട്ടൊരു സെമിറ്റേരിയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിൻ്റുള്ള സൺസെറ്റുള്ള മറ്റൊരു ബീച്ച് ഏരിയ. വിസിറ്റ് അടുമേതു. Remember, you don't get it twice. The time of your life. Don't look at the past, no.
No, we're not going that way. Oh, now make it last. Make it last to the break of day. No matter what people say, live life in a fast lane. Double shot for the gifted, triple shot for the pain. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. താഴ്ന്നിറങ്ങിയ കാർമികങ്ങൾക്കും മഞ്ഞപ്പരവതാനി വിരിച്ച സമുദ്രത്തിനും നടുവിൽ അസ്തമയത്തിന് ഒരുങ്ങുന്ന സൂര്യൻ. This is the time of your life. Remember, you don't get it twice. The time of your life. അങ്ങനെ അസ്തമയ സൂര്യനോടൊപ്പം ഞങ്ങളും ഒരു ഈവനിങ് വാക്ക് നടത്തി. Remember, you don't get it twice. The time of your life. Give it up, double shot for the gifted, one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get. തിരിച്ച് വീട്ടിലോട്ട് നടക്കുമ്പോൾ ഈതിക മൂലു എന്ന് പറയുന്ന ഒരു സ്പോട്ട് കണ്ടു. അപ്പോൾ അതും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി. ഇവിടെയാണ് ശരിക്കും അസ്തമയ സൂര്യനെ കാണാനുള്ള നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയപ്പോഴത്തേക്കും താമസിച്ചു. The time of your life. പിറ്റേ ദിവസം രാവിലെയായി. സുട്ടുമണിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനൊരു മടി. ഇങ്ങോട്ട് വരാനുണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പം കാണുന്നില്ല. ഞങ്ങൾക്ക് റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഓക്കെ, നമ്മൾ പോകാൻ പോവാണ്. എല്ലാവരും ക്ഷീണിച്ചിരിക്കും അല്ലേ? ബാഗ് പാക്ക് ചെയ്തു. സുട്ടുമണി, എന്താണ് നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം? പറയൂ. ഇനി ഇവിടെ നിൽക്കണോ? ഇനി നിൽക്കണോ? ഇനി നിൽക്കാൻ തൽക്കാലം പറ്റത്തില്ലേ. നമ്മൾ ഒരു ദിവസത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? തൽക്കാലം നമുക്ക് സമയമല്ലേ ഇപ്പോൾ. മമ്മിയുടെ അഭിപ്രായം എന്താണ് മമ്മി? വളരെ നല്ല അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. നല്ല പന്നി ചെറിയല്ലുണ്ടാകും. പെട്ടെന്ന് ഇങ്ങെത്തില്ലേ? കുറച്ച് ദൂരമുള്ള തോന്നുന്നല്ലേ? ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ആംബുലൻസാണ്. തൊട്ടടുത്തുള്ള ഐലൻഡിലെ ഹോസ്പിറ്റലിലോട്ട് ഫെറിയിൽ കൊണ്ടുപോകാനായിട്ട് വന്നാണെന്ന് തോന്നുന്നു. ഹുളുമീദ് ബോട്ട് ജെട്ടിൽ നിന്നും സർവീസ് നടത്തുന്ന സ്ഥലങ്ങളുടെ ഷെഡ്യൂൾ ലിസ്റ്റാണിത്. അതേങ്ങ് ദൂരെ കാണുന്നത് റിസോർട്ടുകളുടെ സെക്ഷനാണ്. അവിടെയാണ് കനറീഫ് റിസോർട്ടും മറ്റു പ്രധാനപ്പെട്ട റിസോർട്ടിലേക്കുള്ളത്. ഹുളുമീദ് ഐലൻഡിൻ്റെ ഒരറ്റത്തായിട്ടാണ് ഈ റിസോർട്ടുകൾ ഉള്ളത്. അങ്ങ് ദൂരെ കാണുന്നതാണ് അഡു സിറ്റി. ഹിതതു ഐലൻഡ് അവിടെയാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ വളരെ അടുത്താന്ന് തോന്നുമെങ്കിലും ബോട്ടിൽ പോകാനായിട്ട് 8 കിലോമീറ്ററാണ്, 20 മിനിറ്റാണ് ഹുളുമീദിൽ നിന്നും ഹിതതുവിലോട്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. Until then, this is Wind Up Jo Life. Bye bye.